الصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا إكراه في الدين قد تبين الرشد من الغي فمن يكفر بالطاغوت ويؤمن بالله فقد استمسك بالعروة الوثقى لا انفصام لها والله سميع عليم. ബഹുമാനരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തും മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാനും അവസാനം മുഅ്മിനായി മരിക്കാനും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ എല്ലാവർക്കും അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായ ശിഫ പ്രദാനിക്കുമാറാകട്ടെ. ലോകത്ത് പ്രയാസപ്പെടുന്ന ഫലസ്തീനുകളുടെ അടക്കമുള്ള മുഴുവൻ മനുഷ്യർക്കും അള്ളാഹു ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിലെ വിരമിച്ച 2 ജസ്റ്റിസുമാരാണ് ജസ്റ്റിസ് PP നവലേക്കറും ജസ്റ്റിസ് അരവിന്ദും. 2008 ജസ്റ്റിസ് PP നവലേക്കർ സുപ്രീം കോടതിയിൽ വിരമിക്കുന്നത്. 2009 ജസ്റ്റിസ് അരിജിത്ത് സുപ്രീം കോടതിയിൽ നിന്ന് വിരമിക്കുന്നത്. അവർ സുപ്രീം കോടതിയിൽ സേവനം ചെയ്യുന്ന കാലത്ത് അവരുടെ മുന്നിൽ വളരെ വിചിത്രമായ ഒരു കേസ് ഛത്തീസ്ഗഡിലെ രാജേന്ദ്ര നന്ദഗാവ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്നുള്ളതാണ് കേസ്. അവിടെയുള്ള 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഒരാൾ ബലാത്സംഗം ചെയ്തു. ആ ബലാത്സംഗം ചെയ്ത പ്രതിയുടെ പേര് കോടതിയിൽ വായിച്ചപ്പോൾ ജഡ്ജിമാര് 2 പേരും ഞെട്ടിപ്പോയി. കാരണം ആ പ്രതി ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റു ഒരു 16 വയസ്സുകാരിയെ പീഡിപ്പിച്ചു എന്നതാണ് അവരുടെ മുന്നിലെത്തിയിരിക്കുന്ന കേസ്. അവരാദ്യമൊന്ന് ഞെട്ടുകയും പിന്നീട് രോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. അവര് പറഞ്ഞത്, കുറ്റവാളികളായ ആളുകൾ ദേശീയ നേതാക്കളുടെ പേരുകളിൽ അറിയപ്പെടുന്നത് ഒരു നല്ല കാര്യമല്ല. ജവഹർലാൽ നെഹ്റു രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ദേശീയ നേതാവാണ്, നമ്മുടെ പ്രധാനമന്ത്രിയുമാണ്. അദ്ദേഹത്തിന്റെ പേര് ഒരാൾ സ്വീകരിക്കുകയും എന്നിട്ട് അദ്ദേഹത്തിന്റെ ജീവിതവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുകയൊക്കെ ചെയ്യുന്നത് അവരുടെ പേരിന്റെ ആ സൽപ്പേരിനെ കളഞ്ഞു കുളിക്കുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള മഹാന്മാരുടെ പേരുകൾ ഇത്തരത്തിലുള്ള ആളുകൾ സ്വീകരിക്കുന്നത് തടയാൻ വേണ്ടി ഒരു നിയമം ആവശ്യമുണ്ട് എന്നൊക്കെ അവര് പറയുകയുണ്ടായി. പക്ഷെ അവരെങ്ങനെ പറയുക എന്നതല്ലാതെ അങ്ങനെ ആരുടെയെങ്കിലുമൊക്കെ പേര് മറ്റൊരാൾക്കിടുന്നത് നിരോധിക്കാൻ ഒരു നിയമം കൊണ്ടുവരിക എന്നുള്ളതൊക്കെ രാജ്യത്ത് അത്ര പെട്ടെന്ന് നടക്കുന്നൊരു കാര്യമല്ല. ഒരാൾക്ക് തന്റെ മകന് മഹാത്മാഗാന്ധി ഇടണം എന്ന് പേരിടണമെന്ന് തീരുമാനിച്ചാൽ തടയാൻ രാജ്യത്ത് നിയമമൊന്നുമില്ല. ഒരാൾക്ക് തന്റെ മകന് ജവഹർലാൽ നെഹ്റു എന്ന് പേരിടണമെന്ന് തീരുമാനിച്ചാൽ തടയാനുള്ള നിയമമൊന്നും രാജ്യത്തില്ല. തന്നെയല്ല, പലപ്പോഴും മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾക്ക് കഴിഞ്ഞുപോയ മഹാന്മാരുടെ പേരുകൾ ഇടാൻ വേണ്ടി ആഗ്രഹിക്കാറുണ്ട്. ആ മഹത്തുക്കളുടെ ജീവിത മൂല്യങ്ങൾ തന്റെ മക്കളിൽ ഉണ്ടാകണമെന്ന അതിയായ ആഗ്രഹമായിരിക്കും അവർക്കതിന്റെ പിന്നിലുണ്ടാകുക. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് എന്നും ഉമറുൽ ഫാറൂഖ് എന്നും മക്കൾക്ക് പേരിടാറുള്ളത്.
പക്ഷെ ആ മക്കൾ പലപ്പോഴും കള്ളന്മാരും കൊള്ളക്കാരും വ്യഭിചാരികളും ഒക്കെ ആയി മാറുന്നത് പിന്നീട് നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഏതായിരുന്നാലും ഇങ്ങനെ ഒരു വിചിത്രമായ കേസ് തങ്ങളുടെ മുന്നിലെത്തിയപ്പോ രണ്ട് ജഡ്ജിമാരും ആ വിഷയത്തിൽ വലിയ ഞെട്ടൽ പ്രകടിപ്പിക്കുകയും അവരുടെ രോക്ഷം പ്രകടിപ്പിക്കുകയും ചെയ്ത സംഭവം നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ പതിറ്റാണ്ടിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് ജവഹർലാൽ നെഹ്റു ഒരു മുസ്ലിം ആയിരുന്നു എന്നും അദ്ദേഹം 5 നേരം വളരെ രഹസ്യമായി വീടിനകത്ത് നമസ്കരിച്ചിരുന്നു എന്നുമാണ്. ഇത് രണ്ടും കൂടി അങ്ങനെ കൂട്ടി വായിക്കുമെന്നുള്ള വലിയൊരു വിഷയം നമ്മുടെ മുന്നിലുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്നത് ഒരു മനുഷ്യന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു ജനവിഭാഗത്തിന്റെ ഉള്ളിൽ വർഗീയതയും അന്യമത വിദ്വേഷവും വിരോധവും അടിഞ്ഞുകൂടിയാൽ അതിന്റെ ബഹിർസ്ഫുരണം എങ്ങനെയായിരിക്കും എന്നുള്ളതിന്റെ പുതിയ പുതിയ മാതൃകകളാണ്. മലയാളത്തിലൊരു ചൊല്ലുണ്ട്, അപ്പിയിട്ട് തോൽപ്പിക്കുക എന്ന. അതിന്റെ നാടൻ ഭാഷയിൽ ഞാൻ ഉപയോഗിക്കുന്നില്ല. സത്യത്തിൽ എനിക്ക് ഓർമ്മ വന്നത് അതാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടം. നൂഹ് നബി അലൈഹി ഇസ്ലാം 950 വർഷക്കാലം തന്റെ സമൂഹത്തോട് പ്രബോധനം ചെയ്തിട്ടും അങ്കുലി പരിമിതമായ ആളുകളല്ലാതെ തന്നിൽ വിശ്വസിക്കാൻ തയ്യാറാകാതെ വന്നപ്പോൾ നൂഹ് നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അള്ളാഹു കപ്പൽ നിർമ്മിക്കാൻ വേണ്ടി നൂഹ് നബിക്ക് അനുവാദം കൊടുക്കുന്നു. നൂഹ് നബി അലൈഹി ഇസ്ലാം കപ്പൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോ തന്റെ ശത്രുക്കളും ബദ്ധവേരികളുമായ ആളുകൾ വന്ന് നൂഹ് നബിയെ കളിയാക്കുന്നുണ്ട്. ശുദ്ധ ഖുർആൻ ആ കാര്യം എങ്ങനെയാണ് ഉദ്ധരിക്കുന്നത്? വകുല്ലമാ മറ അലൈഹി മലഉ മിൻ ഖൗമിഹി സഖിറു മിൻ ഖാല ഇൻ തസ്ഖറു മിന്നാ ഫഇന്നാ നസ്ഖറു മിൻകും കമാ തസ്ഖറൂൻ വയസ്ഉൽ ഫുൽക്. നൂഹ് നബി അലൈഹി ഇസ്ലാം അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം കപ്പൽ നിർമ്മിക്കുകയാണ്. ഈ കപ്പലിനടുത്തൂടി നൂഹ് നബിയുടെ ശത്രുക്കൾ ഇങ്ങനെ നടന്നു പോകുമ്പോ നൂഹ് നബിയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ നൂഹ് കപ്പൽ? ഇവിടെ കടലെവിടെയാണ്? കരയിലൂടെ കപ്പലോടുമോ? നീ എന്തിനാ കപ്പൽ നിർമ്മിക്കുന്നത്? നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ കളിയാക്കുമ്പോൾ നൂഹ് അലൈഹി ഇസ്ലാം പറഞ്ഞത്, ഇൻ തസ്ഖറു മിന്നാ ഫഇന്നാ നസ്ഖറു മിൻകും. ഇന്ന് നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ പരിഹസിക്കുന്ന ഒരു കാലം വരും. കമാ തസ്ഖറൂൻ, നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കുമ്പോൾ. നൂഹ് നബി അലൈഹി ഇസ്ലാം കപ്പൽ നിർമ്മാണം ആരംഭിച്ചു. ശത്രുക്കൾ അത് മുടക്കാനുള്ള സർവ്വ പണികളും സ്വീകരിച്ചു. അവര് ചെയ്തൊരു വിദ്യ, എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റാൽ അവര് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി വരുന്നത് ഈ കപ്പലിലേക്കാണ്. കപ്പലിനെ ഒരു കക്കൂസാക്കി. ഓരോരുത്തർ വന്നിങ്ങനെ കപ്പലിന്റെ അരികത്തിരുന്നിട്ട് കപ്പലിലേക്ക് ഇങ്ങനെ കാഷ്ടിക്കാൻ തുടങ്ങി. നൂഹ് നബിയെ പരാജയപ്പെടുത്താൻ വേണ്ടി അവർ അപ്പിടുകയാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കപ്പൽ ഒരു സെപ്റ്റിക് ടാങ്ക് പോലെയായി മാറിയത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊരു രോഗം കൊടുത്തു. അവരുടെ ശരീരത്തിൽ ഒരു തരം വെള്ളപ്പാണ്ട് പോലെ ഒരു രോഗം. അതിനവരെത്ര ചികിത്സിച്ചിട്ടും ആ രോഗം സുഖപ്പെടുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരാള് ഈ കപ്പലിന്റെ മുകളിലിരുന്ന് ഇങ്ങനെ കാഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോ കാൽ വഴുതി അതിലേക്ക് വീണു. അദ്ദേഹത്തിനും ഈ രോഗം ഉണ്ടായിരുന്നു. ആ മനുഷ്യന്റെ വെള്ളപ്പാണ്ട്, ആ ശരീരത്തിലെ ആ രോഗം പിറ്റേ ദിവസം കുറഞ്ഞു വരുന്ന അദ്ദേഹത്തിന് മനസ്സിലായി. അതിങ്ങനെ ക്രമേണ കുറഞ്ഞു വരുന്നുണ്ട്. അതങ്ങനെ തീർത്തും മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എല്ലാവരും വിളിച്ചു പറഞ്ഞു, നമ്മുടെ രോഗത്തിനൊരു മരുന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കപ്പലിൽ നമ്മൾ ഇട്ടുകൊടുത്ത സാധനം തന്നെയാണ്. അത് വാരി പുരട്ടിക്കഴിഞ്ഞാൽ രോഗം മാറും. ആളുകൾ മത്സരിച്ചത് വാരാൻ വേണ്ടി വന്നു. ആരാണോ ആ പണി ചെയ്തത് അവര് തന്നെ അത് വാരാൻ വേണ്ടി വന്നു. വാരി ശരീരത്തിൽ തേച്ചവരുടെയൊക്കെ രോഗം സുഖപ്പെട്ടു. അവസാനം കപ്പലിൽ സാധനമില്ലാതായി ആളുകൾ ക്യൂ നിൽക്കുകയാണ്. അവരത് വടിച്ചും തോണ്ടിയും നക്കിയുമൊക്കെ എടുത്ത് കപ്പല് നന്നായിട്ട് നൂഹ് അലൈഹി ഇസ്ലാമിന് വൃത്തിയായി കിട്ടി. ഇതാണ് അപ്പിയിട്ട് തോപ്പിക്കുക എന്ന് പറയാം. ഈ സംഭവമാണ് സത്യത്തിൽ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്നത്. ഏതായിരുന്നാലും ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് നമുക്കറിയാവുന്നത് അദ്ദേഹം ഒരു വർഗീയവാദിയല്ല എന്നുള്ളതാണ്.
അതുകൊണ്ടാണ് ബാബരി മസ്ജിദിന്റെ മിഹ്റാബിൽ കൊണ്ടുപോയി രാംലല്ല വിഗ്രഹം പ്രതിഷ്ഠിച്ചപ്പോ അത് സരയൂ നദിയിലേക്ക് വലിച്ചെറിയണമെന്ന് പറഞ്ഞത് നെഹ്റു ആയിരുന്നു. അദ്ദേഹം ഒരു വർഗീയവാദിയായിരുന്നില്ല. അദ്ദേഹത്തിന് മതവിശ്വാസമില്ല എന്നാണ് നമ്മുടെ അറിവ്. അദ്ദേഹം എത്തിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ഒരു മതേതരവാദിയായിരുന്നു. അതുകൊണ്ടാണ് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം 1951 അത് പുനരുദ്ധരിച്ചുകൊണ്ട് അതിന്റെ ഉദ്ഘാടനത്തിലേക്ക് അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ക്ഷണിച്ചപ്പോ അന്നത് തടഞ്ഞത് നെഹ്റുവാണ്. നെഹ്റു പറഞ്ഞു, നിങ്ങൾ പോകരുത്, മതചിഹ്നങ്ങൾക്ക് ഭരണകൂടം കൂട്ടുനിൽക്കരുത്. ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്, എല്ലാ മതങ്ങൾക്കും തുല്യാവകാശമാണ്. ഒരു മതത്തെയും പ്രോത്സാഹിപ്പിക്കാനോ ഒരു മതത്തെയും നിരുത്സാഹപ്പെടുത്താനോ സർക്കാരിന്റെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തരുത്. നിങ്ങൾ ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതിയാണ്. ആ സ്ഥാനത്തിരുന്നു കൊണ്ട് സോമനാഥ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് പോകരുതെന്ന് നെഹ്റുവാണ് ഇന്ത്യൻ പ്രസിഡന്റിനോട് പറഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹം ഒരു മതേതരവാദിയായിരുന്നു. ഇന്ന് രാജ്യം ഭരിക്കുന്ന ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത രണ്ട് വാക്കുകളാണ് മതേതരത്വം, സോഷ്യലിസം. അതുകൊണ്ടാണ് ഇപ്പോഴും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്, RSSന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആവശ്യപ്പെട്ടത് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ നിന്നും ഈ രണ്ട് വാക്കുകൾ എടുത്തു കളയണം. അത് രണ്ടും അംബേദ്കറുടേതല്ല, പിൽക്കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് എന്ന് അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലും RSS ആവശ്യപ്പെടുകയാണ്. നാനാത്വത്തിൽ ഏകത്വം എന്ന ഇന്ത്യയുടെ വൈവിധ്യം അവർക്ക് ഇഷ്ടമല്ല. ഇന്ത്യയെ ഹിന്ദുത്വം എന്ന ഏകത്വത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് RSS ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ അത്തരക്കാരിൽ നിന്നും ഉണ്ടായിത്തീരുന്നത്. ഇനി ഈ രാജ്യത്ത് ഒരാൾക്ക് ഇസ്ലാം സ്വീകരിച്ചാൽ എന്താ കുഴപ്പം? നെഹ്റു ഇസ്ലാം സ്വീകരിച്ചൂടെ? നെഹ്റുവിന് നിസ്കരിച്ചൂടെ? അപ്പൊ ഇസ്ലാം സ്വീകരിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഒരാൾ നിസ്കരിക്കുക എന്നുള്ളത് ഭീകരമായൊരു കാര്യമായി, ഒരു തീവ്രമായൊരു വിഷയമായി അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ലോകം കണ്ട ബുദ്ധിജീവികളെല്ലാം ഇസ്ലാം സ്വീകരിച്ചവരാണ്. കാരണം ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചാൽ മുസ്ലിം ആകാനേ കഴിയൂ. ഏകനായ സൃഷ്ടാവിനെ തിരിച്ചറിയാനേ ബുദ്ധി കൊണ്ട് കഴിയൂ. ആ നിലയ്ക്കേ ബുദ്ധി പോകും. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ ബ്രിട്ടൻ കണ്ട ഏറ്റവും ശക്തനായ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം പോലും മുസ്ലിം ആകാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് കേംബ്രിഡ്ജിൽ നിന്നും കണ്ടെടുത്ത ചരിത്രരേഖകൾ തെളിവാണ്. കേംബ്രിഡ്ജിലെ 2 ഗവേഷകർ വിൻസ്റ്റൺ ചർച്ചിലിനെ കുറിച്ചൊരു പുസ്തകം എഴുതാൻ വേണ്ടി തീരുമാനിച്ചു. കേംബ്രിഡ്ജിന്റെ ലൈബ്രറികളിൽ പരതുമ്പോ പുസ്തകങ്ങൾക്കിടയിൽ നിന്ന് അവർക്കൊരു കത്ത് കിട്ടി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലിന്റെ സഹോദരി അദ്ദേഹത്തിന് അയച്ച കത്താണ്. ആ കത്തിൽ സഹോദരി പറയുന്നുണ്ട്, സഹോദരാ, നിങ്ങൾ ഒരിക്കലും ഇസ്ലാം സ്വീകരിക്കരുത്. നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചാൽ അത് വലിയ ഫലം ചെയ്യും, നിങ്ങളത് ചെയ്യരുത് എന്ന് സഹോദരി ചർച്ചിലിനോട് അപേക്ഷിക്കുന്ന കത്ത് അവർ കണ്ടെടുത്തു. എന്നിട്ട് അവർ പറയുന്നുണ്ട്, ചർച്ചിൽ ഇസ്ലാമിനെ ഏറെ സ്നേഹിച്ചിരുന്ന മനുഷ്യനാണ്. 1941 ബ്രിട്ടനിൽ ഒരു പള്ളി നിർമ്മിക്കാൻ വേണ്ടി $1,00,000 കൊടുത്തയാളാണ് വിൻസ്റ്റൺ ചർച്ചിൽ. അദ്ദേഹം തന്നെ പറയുന്നത്, ഞാൻ ഇന്ത്യയിലും സുഡാനിലൊക്കെ ബ്രിട്ടീഷ് ഗവൺമെന്റിന് വേണ്ടി ജോലി ചെയ്ത സമയത്ത് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു. അങ്ങനെയാണ് ഇസ്ലാമാണ് ശരിയെന്ന് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ മുസ്ലിം ആകാൻ ആഗ്രഹിക്കുന്നത്. ചർച്ചിലിന്റെ വാക്കുകളാണ്. അപ്പൊ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനും മുസ്ലിം ആകാനേ കഴിയൂ. ഇസ്ലാമാണ് ശരി എന്നതിലേക്ക് എത്തിച്ചേരും. അങ്ങനെ നെഹ്റുവിന് തോന്നിയെങ്കിൽ എന്തൊരു അപരാധമാണ് ഇതിനകത്തുള്ളത്. ഇനി അദ്ദേഹം വീട്ടിൽ നിസ്കരിക്കുന്നു. അദ്ദേഹത്തിന്റെ വീട് ആനന്ദഭവൻ. അദ്ദേഹത്തിന്റെ ലൈബ്രറിയിൽ ഇരുന്ന ആ ലൈബ്രറിയിൽ ഇന്നും അദ്ദേഹത്തിന്റെ ഒരു ഛായാചിത്രമുണ്ട്. ശീർഷാസനം ചെയ്യുന്ന ഒരു ചിത്രമാണത്. ഈ ശീർഷാസനം ഏകദേശം നമ്മുടെ സുജൂദ് പോലെയാണ് അതിന്റെ തുടക്കം. ഒരുപക്ഷെ അതൊക്കെ കണ്ടിട്ടായിരിക്കാം മൂപ്പര് വീട്ടിലിങ്ങനെ രഹസ്യമായി നിസ്കരിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. ഇനി പരസ്യമായി നിസ്കരിച്ചാൽ എന്താ? നിസ്കാരം ഒരു തീവ്രവാദമല്ലല്ലോ, നിസ്കാരം ഒരു ഭീകരവാദമല്ലല്ലോ. നിസ്കാരത്തെ സഹിഷ്ണുതയോടെ കാണാനല്ലേ കഴിഞ്ഞ കാല ഈ രാജ്യത്തെ സഹോദരങ്ങൾ അങ്ങനെ കാണാനല്ലേ ആഗ്രഹിച്ചത്? സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾക്ക് വേണ്ടി കോഴിക്കോട്ടെ അദ്ദേഹത്തിന്റെ പ്രശസ്ത ഡോക്ടറായിരുന്ന കാർഡിയോളജിസ്റ്റ് ആയിരുന്ന CK രാമചന്ദ്രൻ ഡോക്ടർ സ്ഥിരമായി ബാഫഖി തങ്ങൾ അദ്ദേഹത്തെ കണ്ടിരുന്നത്. ഈ CK രാമചന്ദ്രന്റെ വീട്ടിൽ ബാഫഖി തങ്ങൾക്ക് ഒരു മുറി ഉണ്ടായിരുന്നു. കോഴിക്കോട് കൂടി പാസ് ചെയ്യേണ്ടി വന്നാൽ ബാഫഖി തങ്ങൾ നിസ്കരിച്ചിരുന്നത് ആ ഡോക്ടറുടെ വീട്ടിലെ ആ റൂമിലായിരുന്നു.
അദ്ദേഹത്തിന് നിസ്കാരം ഒരു തീവ്രവാദമായിട്ടോ തോന്നിയില്ല. അതുകൊണ്ടാണ് ബാഫയ്ക്ക് തങ്ങൾക്ക് വേണ്ടി സ്ഥിരമായി നിസ്കരിക്കാൻ ഒരു റൂം വീട്ടിൽ അനുവദിച്ചു കൊടുത്തു. ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരം മനുഷ്യനെ തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകുമെന്നല്ല ഖുർആൻ പറഞ്ഞത്. നിസ്കാരം മനുഷ്യനെ സംസ്കാരമുള്ളവനായി തീർക്കും, അതാണ് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ടല്ലേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞു, നബിയെ, അങ്ങയുടെ പിന്നിൽ സുബഹിക്ക് വരുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹം സുബഹി വരെ മോഷ്ടിക്കുന്ന മോഷ്ടാവാണ്. സുബഹി വരെ മദീനയിൽ മോഷണം നടത്തും, സുബഹിക്ക് അങ്ങയുടെ പിന്നിലുണ്ട് എന്നൊരാളെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സയൻഹാഹു മാ തഖൂലു എന്നാണ്. നീ പറയുന്നത് ശരിയാണെങ്കിൽ അവന്റെ മോഷണം അവൻ ഉടനെ നിർത്തിക്കൊള്ളും. സുബഹിക്ക് പള്ളിയിലെത്താൻ അവന് കഴിയുന്നുണ്ടെങ്കിൽ ഒരുപാട് നാള് മോഷണവുമായിട്ട് അവന് മുന്നേറാൻ കഴിയില്ല. നമസ്കാരം അവന്റെ തിന്മയിൽ നിന്ന്, മോഷണത്തിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കുമെന്നാണ്. നിസ്കാരം എന്ന് പറയുന്നത് സംസ്കാരമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമസ്കാരമാണ് അവനെ സംസ്കാരമുള്ളവനാക്കി തീർക്കുന്നത്. അതൊരു തീവ്രതയോ ഒരു ഭീകരവാദമോ ഒന്നുമല്ല. പക്ഷേ എല്ലാത്തിനെയും തീവ്രവാദത്തിലേക്ക് കൊണ്ടുവരാൻ, ഭീകരവാദത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, രാജ്യത്തെ ഹിന്ദുത്വം എന്ന ഏകതയിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എല്ലാം തീവ്രവാദമാണ്. അതുകൊണ്ടാണല്ലോ ഭാരതാംബ വിവാദം നടക്കുകയാണ് ഇപ്പോൾ. RSSന്റെ സിംബലുകളെ പൊതുവേദിയിലേക്ക് കൊണ്ടുവന്ന്, പൊതു ചടങ്ങുകളിൽ കൊണ്ടുവന്ന് രാജ്യത്തെ തന്നെ ഒരു RSS വൽക്കരിക്കാനുള്ള, ഹിന്ദുത്വവൽക്കരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഇതൊക്കെ. അവിടെയാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ മനോഹരമായ വിശാലമായ വീക്ഷണങ്ങൾ, ഇതര മതസ്ഥരോടുള്ള സമീപനങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതും അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതും. ഇസ്ലാം ഒരു ബഹുസ്വരതയെ അംഗീകരിക്കുന്ന മതമാണ്. അത് ബഹുസ്വര സമൂഹത്തിൽ മാത്രമല്ല, ഇസ്ലാം ഒരു സമൂഹമായി നിലനിന്നിരുന്ന ഇസ്ലാമിക നാടുകളിൽ പോലും ഇസ്ലാം മറ്റുള്ളവരെ, മറ്റുള്ള മതക്കാരെ, മറ്റുള്ള വിഭാഗക്കാരെ ബഹുമാനിച്ച, ആദരിച്ച, അംഗീകരിച്ച ചരിത്രമേ ഇസ്ലാമിനുള്ളൂ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് 5ാം ഖലീഫ എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെട്ട മനുഷ്യനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. അദ്ദേഹത്തിന്റെ ഇസ്ലാമിക രാജ്യം, അദ്ദേഹം ഭരിച്ചിരുന്ന പ്രദേശം, മജൂസികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം അവിടെ ഉണ്ടായിരുന്നു, അഗ്നി ആരാധകർ. ഈ മജൂസികൾക്ക് അക്കാലഘട്ടത്തിൽ ഒരു പരിപാടിയുണ്ട്, ഒരു മ്ലേച്ഛമായ ഒരു പരിപാടി. സ്വന്തം ഉമ്മയെ അവർ വിവാഹം കഴിക്കും. പ്രസവിച്ച മാതാവിനെ വിവാഹം കഴിക്കുന്ന മ്ലേച്ഛത്തരം, ഈ വൃത്തികേട് ചെയ്ത ആളുകളായിരുന്നു മജൂസികൾ. അവർ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ഖിലാഫത്തിന്റെ കീഴിലുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ അധികാര പരിധിയിലുണ്ടായിരുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന് മ്ലേച്ഛത സഹിച്ചില്ല. സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുക, അത് മതപരമായ നിയമമാക്കി മാറ്റുക. എന്ത് ചെയ്യണം, ഇവരുടെ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് താബിഈങ്ങളുടെ നേതാവായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി തആല അലൈഹി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് കത്തെഴുതുന്നുണ്ട്. എന്റെ അധികാര പ്രദേശത്ത് കുറെ മജൂസികളുണ്ട്, സ്വന്തം ഉമ്മയെ വിവാഹം കഴിക്കുന്നവരാണവർ. ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാവുന്ന തിന്മകളിൽ ഏറ്റവും വൃത്തികെട്ട തിന്മയാണ് സ്വന്തം മാതാവിനെ വേളി കഴിക്കുക. അതുകൊണ്ടാണ് പലിശയെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പലിശ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ഏറ്റവും ചെറിയ പലിശ എന്ന് പറഞ്ഞാൽ, പലിശയിൽ ഏറ്റവും ചെറിയ പലിശ എന്ന് പറഞ്ഞാൽ സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് നിക്കാഹ് ചെയ്യുന്നതിന് തുല്യമാണ്. അത്ര ഗൗരവമാണ് പലിശ. ഇന്ന് നമുക്ക് പലിശയൊന്നും വിഷയമല്ല. പലിശയുടെ പൈസ കൊണ്ട് ഒരു ഉളുഹിയത്തിന് ഷെയർ ചേർന്നാൽ ബാക്കിയൊക്കെ ഹലാലായി എന്നാണ് നമ്മുടെ വിശ്വാസം. ആ ഉളുഹിയ പടച്ചോന് വേണ്ടാട്ടോ, ആ ഉളുഹിയ വേണ്ട. പള്ളിക്ക് നിങ്ങൾ കൊടുക്കുന്ന പലിശക്കാലും പടച്ചോന്റെ അടുക്കൽ ബുക്കിൽ ഉണ്ടാവില്ല. ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഇത്ര ഗൗരവമായ ഒരു വിഷയമാണ് സ്വന്തം ഉമ്മയെ കല്യാണം കഴിക്കുക. ഈ നിലപാട്, ഈ മ്ലേച്ഛമായ പരിപാടി മജൂസികൾക്കിടയിൽ ഉണ്ടായിരുന്നപ്പോഴാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഖലീഫ ഹസനുൽ ബസ്രിക്ക് കത്തെഴുതുന്നത്, ഇവരെ എങ്ങനെ ശിക്ഷിക്കണം. അതിന് ഹസനുൽ ബസ്രി എഴുതിയ മറുപടി, താങ്കളുടെ മുൻഗാമികൾ ചെയ്തതുപോലെ താങ്കൾ ചെയ്താൽ മതി, കൂടുതൽ പുതിയ കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതില്ല. എന്താണ് മുൻഗാമികളുടെ നിലപാട്? നിങ്ങളുടെ മുൻഗാമികളായ ഉമറും അബൂബക്കറും ഉസ്മാനും അലിയുമൊന്നും അന്യമതക്കാരുടെ ആരാധനകളിൽ, അവരുടെ നിയമങ്ങളിൽ കൈവച്ചിട്ടില്ല. അതെന്താണോ അംഗീകരിക്കുക ചെയ്തിട്ടുള്ളത്. അതെത്ര മ്ലേച്ഛമാണെങ്കിലും, അതവരുടെ മതവിശ്വാസത്തിന്റെ ഭാഗമാണെങ്കിൽ അതിനെ തൊടണ്ട, അതങ്ങനെ നടന്നോട്ടെ. അതുകൊണ്ട് നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ മജൂസികൾക്കൊരു പതിവുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കേണ്ടതില്ല, അത് അംഗീകരിച്ചു കൊടുക്കുക എന്നൊരു നിലപാടാണ് സയ്യിദു താബിഈൻ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി തആല അലൈഹി ഉമർ ഇബ്നു അബ്ദുൽ അസീസിന് നിർദ്ദേശിച്ചു കൊടുത്തത്.
ഇതാണ് സഹോദരങ്ങൾ ഒരു ബഹുസ്വര സമൂഹത്തിൽ പോലും, ഒരു ഏകാധിപത്യ സമൂഹത്തിൽ, ഖിലാഫത്തുണ്ടായ ഒരു സന്ദർഭത്തിൽ പോലും ഇസ്ലാമിക ഭരണകൂടം സ്വീകരിച്ചത്. എന്നിട്ടല്ലേ ഒരു ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിമുകൾ മറ്റുള്ളവർക്ക് ശല്യമായിട്ട് മാറുക? ഈ രാജ്യത്തെ മുസ്ലിമുകൾ ആർക്കും ഭീഷണിയല്ല. ഈ രാജ്യത്തെ മുസ്ലിമുകൾ ഈ രാജ്യത്തെ ജനങ്ങളെ സേവിക്കുന്നവരും സ്നേഹിക്കുന്നവരും അവരെ ചേർത്ത് പിടിക്കുന്നവരും. സിറിയയിൽ താർത്താരികളുടെ അക്രമമാണ്. ചെങ്കിസ് ഖാന്റെ നേതൃത്വത്തിൽ സിറിയ ആക്രമിക്കുക. സിറിയൻ ഗവൺമെന്റിന്റെ കീഴിൽ ജനങ്ങൾ സുരക്ഷിതമായി താമസിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് താർത്താരികൾ കടന്നു വരുന്നത്. ധാരാളം ആളുകളെ താർത്താരികൾ ബന്ദികളായി പിടിച്ചു. മുസ്ലിമുകളെ, ക്രിസ്ത്യാനികളെ, യൂതരെ ഒക്കെ പിടിച്ചു. ഭരണാധികാരി അന്ന് ചർച്ചയ്ക്ക് വേണ്ടി പറഞ്ഞു വിട്ടത് ഇബ്നു തൈമിയ്യ എന്ന പണ്ഡിതനെയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ചർച്ചയ്ക്ക് വേണ്ടി വിട്ടു താർത്താരികളുമായിട്ട്. ഇബ്നു തൈമിയ്യ താർത്താരികളോട് ചർച്ച ചെയ്തപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടത് മുസ്ലിങ്ങളെയല്ലേ? മുസ്ലിങ്ങളായ മുഴുവൻ ബന്ദികളെയും ഞങ്ങൾ മോചിപ്പിക്കാം, വിട്ടുതരാം. ഇബ്നു തൈമിയ്യ പറഞ്ഞു, പറ്റൂല, ഞങ്ങൾക്ക് ഞങ്ങളുടെ സഹോദരങ്ങളായ ക്രിസ്ത്യാനികളെയും കിട്ടണം, ജൂതന്മാരെയും കിട്ടണം, എന്നാലേ ഞാൻ പോകൂ. അവസാനം താർത്താരികളുമായി സിറിയയിൽ നിന്നും ബന്ദികളാക്കിയ മുഴുവൻ ആളുകളെയും, ക്രിസ്ത്യാനികളെയും മുസ്ലിമുകളെയും ജൂതന്മാരെയും മോചിപ്പിക്കാമെന്ന് ഉറപ്പ് കിട്ടിയപ്പോഴാണ് ഇബ്നു തൈമിയ്യ മടങ്ങിപ്പോകുന്നത്. ഇതാണ് മുസ്ലിം ഖിലാഫത്ത്, ഇസ്ലാമിക ഭരണം നിലനിന്ന കാലങ്ങളിൽ, ഘട്ടങ്ങളിൽ പോലും ഇസ്ലാമിന്റെ നിലപാട്. ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരിക്കലും അന്യമതസ്ഥർക്ക് ശല്യമാകുന്ന ഒന്നും ഒരു മുസ്ലിമിന് ഉണ്ടായിത്തീരില്ല. ഈ രാജ്യത്ത് ആര് മുസ്ലിമാകാൻ തീരുമാനിച്ചാലും ആരെയും നിർബന്ധിച്ച് ഞങ്ങൾ മുസ്ലിമാക്കൂല. അത് ഞങ്ങളുടെ ഐഡിയ അല്ല, ഞങ്ങളുടെ അജണ്ടയല്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ. അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ ബഖറ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ മതത്തിലേക്ക് നിർബന്ധിച്ച് ആരെയും ചേർക്കേണ്ടതില്ല. ഈ മതത്തിലേക്ക് ആരും നിർബന്ധിച്ച് ചേർക്കേണ്ടതില്ല. അള്ളാഹു ചോദിക്കുന്നുണ്ട് പ്രവാചകനോട്, അഫ അന്ത തുക്രിഹുൻ നാസ, നബിയെ വിശ്വസിക്കാൻ വേണ്ടി ആളുകളെ നിർബന്ധിക്കുകയോ? താങ്കളുടെ നാഥൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ലോകത്തെ എല്ലാവരെയും വിശ്വാസികളാക്കാമായിരുന്നില്ലേ? അള്ളാഹ്ക്ക് വേണമെങ്കിൽ എല്ലാവരെയും മുസ്ലിമാക്കാമായിരുന്നില്ലേ? എന്നിട്ട് അള്ളാഹ് തന്നെ ചിലരെ കാഫിറാക്കി, ചിലരെ മുസ്ലിമാക്കി. താങ്കൾ എന്തിനാണ് ഈ മതത്തിലേക്ക് ആളുകളെ നിർബന്ധിക്കുന്നത്? അതുകൊണ്ട് ആരെയും നിർബന്ധിക്കാൻ പാടില്ല. മതം ആരെയും അടിച്ചേൽപ്പിക്കാനുള്ളതല്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലഘട്ടം മദീനയിൽ ഹുസൈൻ എന്ന് പറയുന്ന ഒരു സഹാബി, അദ്ദേഹത്തിന്റെ രണ്ട് ആൺമക്കൾ ഷാമിൽ നിന്നും ഒലിവെണ്ണ വിൽക്കാൻ വേണ്ടി മദീനയിൽ വന്ന ക്രൈസ്തവ സംഘത്തിന്റെ അവരുടെ ബ്രെയിൻ വാഷിൽ പെട്ടുകൊണ്ട് ക്രിസ്തു മതം സ്വീകരിച്ചു. ഒരു സഹാബിയുടെ 2 ആൺമക്കൾ എണ്ണക്കച്ചവടത്തിനുള്ള ക്രിസ്ത്യാനികൾ മതം മാറ്റം നടത്തി. ഹുസൈനിന്റെ 2 മക്കളും ക്രിസ്ത്യാനികളായി. വാപ്പയ്ക്ക് വലിയ വിഷമമായി. വാപ്പ മക്കളോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ മുസ്ലിമീങ്ങളാണ്, തിരിച്ചു വരണം ഇസ്ലാമിലേക്ക്, ക്രിസ്തുമതം ഉപേക്ഷിക്കണം, അത് നമുക്ക് പറ്റിയതല്ല, നമ്മൾ പ്രവാചകന്റെ അനുയായികളാണ്. മക്കള് പറഞ്ഞു, ഇല്ല, ഞങ്ങൾ തിരിച്ച് ഇസ്ലാമിലേക്ക് ഇല്ല. റസൂല് ജീവിച്ചിരിക്കുന്ന കാലഘട്ടം. നിർബന്ധിച്ചിട്ട് വരില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഹുസൈൻ പറഞ്ഞു മക്കളോട്, ഞാൻ നിങ്ങളെ റസൂലിന്റെ അടുക്കൽ എത്തിക്കും, റസൂലിന്റെ അടുക്കൽ കൊണ്ടുപോകും. അപ്പൊ മക്കള് പറഞ്ഞു, ഞങ്ങൾക്ക് സന്തോഷമാണ്, നിങ്ങൾ നിർബന്ധിക്കും പോലെ ഈ മതത്തിലേക്ക് റസൂല് നിർബന്ധിക്കുക എന്ന് ഞങ്ങൾക്കറിയാം, ധൈര്യമായി വരാം. വാപ്പ മക്കളെയും പിടിച്ചുകൊണ്ട് റസൂലിന്റെ അടുക്കലേക്ക് വന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിർബന്ധിക്കരുത്, അവർക്ക് വേണ്ടെങ്കിൽ വേണ്ട ഈ മതം, അവർ ഉപേക്ഷിച്ച മതം സ്വീകരിക്കാൻ വേണ്ടി നിർബന്ധിക്കരുത്. ആ സഹാബി ചോദിച്ചു, റസൂലേ, ഞാൻ നോക്കി നിൽക്കെ എന്റെ 2 മക്കൾ നരകത്തിലേക്ക് പോവുകയോ, അങ്ങെന്താണ് ഈ പറയുന്നത്? വിശ്വാസം പറഞ്ഞു, അത് ഉൾക്കൊണ്ടേ പറ്റൂ, ഓരോരുത്തരും സ്വാതന്ത്ര്യമാണ്, മതം ഇഷ്ടമാണ്, മതം ആരെയും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. എന്നാൽ ഒരാൾ മതം സ്വീകരിക്കാൻ വേണ്ടി വരുമ്പോ, നിനക്ക് ഈ മതം ഞങ്ങൾ തരില്ല, കലിമ ചൊല്ലി തരില്ല എന്ന് പറയാൻ പാടില്ല. ഒരാൾ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി മുന്നിൽ വന്നാൽ അയാളെ മുസ്ലിമാക്കൽ നമ്മുടെ നിർബന്ധ കടമയാണ്. ഒരാൾ ഷഹാദത്ത് കലിമ ചെല്ലാൻ ആഗ്രഹിച്ചാൽ അയാൾക്ക് ചൊല്ലിക്കൊടുക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ അത് വേറെ, അത് അപ്പൊ ചൊല്ലിക്കൊടുക്കണം. ആവശ്യപ്പെട്ട് വരുന്നവനോട് ചൊല്ലിക്കൊടുക്കൽ നിർബന്ധമാണ്. വൈക്കം മുഹമ്മദ് പറഞ്ഞ പോലെ ബഷീർ സാഹിബിന്റെ അടുക്കൽ കേരളത്തിലൊരു സാഹിത്യകാരൻ, ഞാനൊന്ന് മുസ്ലിം ആയിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ബഷീർ സാഹിബ് പറഞ്ഞു, നോ വേക്കൻസി. അത് പറയരുത്, ആരെയും നിർബന്ധിക്കേണ്ടതില്ല. ഒരാൾ ആഗ്രഹിച്ചു വന്നാൽ അയാൾക്ക് ഈ മതം സ്വീകരിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും നമ്മൾ വകവെച്ചു കൊടുക്കുകയും വേണം. അതുകൊണ്ട് ഈ മതം സമാധാനത്തിന്റെ, ഇത് ഐശ്വര്യത്തിന്റെ, ശാന്തിയുടെ മതമാണിത്. ഈ രാജ്യത്ത് ഇന്നേ വരെ സമാധാനമല്ലാതെ ഒന്നും നമ്മളിൽ നിന്നുണ്ടായിട്ടില്ല. ഇനി ഭീഷണിപ്പെടുത്താനാണെങ്കിൽ ആ ഭീഷണിക്ക് മുന്നിലൊന്നും ഞങ്ങൾ വഴങ്ങിയിട്ടില്ല, വഴങ്ങുകയുമില്ല.
ഹിജറ വർഷം 1447 കടക്കുകയാണ് നമ്മൾ. നാളെ ഒരു പുതുവർഷമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഹിജറ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും ഇത് തന്നെയാണ്. മക്ക എന്ന് പറയുന്ന ജന്മനാടിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിക്കേണ്ടി വന്ന സംഭവമാണ് ഹിജറ. അതിനെ അടിസ്ഥാനപ്പെടുത്തി ഉമർ റളിയല്ലാഹു തആല അൻഹു ആണ് ഈ ഹിജറ കലണ്ടറിന് രൂപം നൽകിയത്. പ്രവാചകൻ മക്ക വിട്ടേച്ചു പോയി മദീനയിലെത്തി. മദീന നബിയെ സ്വീകരിച്ചു. മദീന ഇസ്ലാമിന്റെ മണ്ണായി മാറി. യസ്രിബ എന്ന പ്രദേശം മദീനത്തുർ റസൂൽ എന്ന പേരിൽ അറിയപ്പെട്ടു. റസൂൽ ചെല്ലുമ്പോൾ മദീനയിലെ ജനസംഖ്യ 10,000 ഏകദേശം കുറച്ചുകൂടെ കൂടുതലുണ്ട്. അതിൽ പകുതിയും ജൂതന്മാരാണ്. ഈ 10,000-ലധികം വരുന്ന മദീനയിലെ ജനസംഖ്യയിൽ പകുതിയും ജൂതന്മാരാണ്. 22 ഗോത്രങ്ങളാണെന്ന് മദീനയിലുള്ളത്. ബാക്കി 5,000 വരുന്ന ബഹുദൈവ വിശ്വാസികളും ക്രിസ്ത്യാനികളും അടങ്ങുന്ന സംഘം. അള്ളാഹുവിന്റെ റസൂൽ അവിടെ ചെന്നു, ദഅവത്ത് നടത്തി. മദീന ഇസ്ലാമിന് കീഴിലേക്ക് വന്നു. അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മദീന ചാർട്ടർ എന്ന പേരിൽ ഒരു ഭരണഘടന രൂപീകരിച്ചു. മനുഷ്യ ചരിത്രത്തിലെ ആദ്യത്തെ ഭരണഘടന. അന്ന് അമേരിക്കയ്ക്ക് ഭരണഘടനയില്ല. അത് കഴിഞ്ഞ് 10 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് 1800-കൾക്ക് ശേഷമാണ് മദീനയിൽ അമേരിക്കയിൽ ഭരണഘടന വരുന്നത്. 10 നൂറ്റാണ്ട് പിന്നെയും കാത്തിരിക്കേണ്ടി വന്നു. ലോക ചരിത്രത്തിൽ ആദ്യത്തെ ഭരണഘടന റസൂൽ എഴുതിയുണ്ടാക്കി. 57ഓളം വരുന്ന ഖണ്ഡികകൾ, 20 ഖണ്ഡികകൾ മുഹാജിറുകളും അൻസാറുകളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണെങ്കിൽ 30-ലധികം ഖണ്ഡികകൾ, 37ഓളം ഖണ്ഡികകൾ ആ ഭരണഘടനയിൽ പറയുന്നത് ജൂതന്മാരോട് ക്രിസ്ത്യാനികളോട് സ്വീകരിക്കേണ്ട മര്യാദകളെ കുറിച്ച്. ഇത്ര വിശാലമാണ്. ഒരു ന്യൂനപക്ഷമായ ജൂതന്മാരെ പോലും പരിഗണിച്ച് 30-ലധികം ഖണ്ഡികകൾ സ്വന്തം ഭരണഘടനയിൽ എഴുതി ചേർത്ത ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മതരാഷ്ട്രത്തിൽ, ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഒരിക്കലും ഒരു വിശ്വാസി, ഏതൊരു മതവിശ്വാസിയാകട്ടെ അല്ലെങ്കിൽ മതമില്ലാത്തവനാകട്ടെ, അവനൊരിക്കലും പീഡിപ്പിക്കപ്പെടുകയില്ല, അവനൊരു ക്രൂരത അനുഭവിക്കുകയില്ല. അതുകൊണ്ടല്ലേ ഇസ്ലാമിക ഭരണം. ഇന്ന് സൗദി അറേബ്യയിൽ എത്ര ആളുകളുണ്ട് മറ്റു മതക്കാർ? വല്ല പ്രശ്നം അവർക്കുണ്ടോ? ഇസ്ലാമിക രാജ്യങ്ങളിൽ താമസിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക്, മതന്യൂനപക്ഷങ്ങൾക്ക് അവർക്ക് നിയമങ്ങളിൽ 2 സ്വാതന്ത്ര്യമുണ്ട്. ഒന്നിരിക്കൽ നിങ്ങളുടെ മതത്തിന്റെ നിയമം അനുസരിച്ച് വിധിക്കാം, അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ പൊതു നിയമം അനുസരിച്ച് വിധിക്കാം. ഇങ്ങനെ പറഞ്ഞപ്പോഴെല്ലാം കഴിഞ്ഞകാല ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് വിധിച്ചാൽ മതി എന്ന് പറഞ്ഞ ചരിത്രമാണ് അധികമുള്ളത്. കാരണം അവർക്കറിയാം ഇസ്ലാമിന്റെ വിധിയിലാണ് നീതിയുള്ളത്. ഞങ്ങളുടെ മതനിയമങ്ങളിൽ നീതിയില്ല എന്നും നീതി വേണമെങ്കിൽ ഇസ്ലാമിന്റെ മതനിയമങ്ങൾ വേണമെന്നും മതന്യൂനപക്ഷങ്ങൾക്കറിയാം ഇസ്ലാമിക രാജ്യങ്ങളിൽ താമസിച്ചിരുന്ന. അതുകൊണ്ട് നീതിയുടെ, സഹിഷ്ണുതയുടെ, സമന്വയത്തിന്റെ രീതിയാണ് പരിശുദ്ധ ഇസ്ലാം എന്നും സ്വീകരിച്ചിട്ടുള്ളത്. ഖുർആൻ പരിശോധിച്ചാൽ ഒരു അത്ഭുതം കാണാം. ഖുർആനിൽ 2 തരം പ്രയോഗമുണ്ട്. ഒന്ന് ഖുൽ എന്നാണ്, മറ്റൊന്ന് ഖാലു എന്നാണ്. ഖുൽ എന്ന് പറഞ്ഞാൽ നീ അങ്ങോട്ട് പറയണമെന്നാണ്. ഖാലു എന്ന് പറഞ്ഞാൽ അവരിങ്ങോട്ട് പറഞ്ഞു എന്നാണ്. ഈ 2 വാക്കുകളും ഖുർആനിൽ വന്നിരിക്കുന്നത് തുല്യമായിട്ടാണ്. ഖുൽ എത്ര പ്രാവശ്യമുണ്ടോ അത്രയുമാണ് ഖാലു. ഖാലു എത്ര പ്രാവശ്യമുണ്ടോ അത്രയുമാണ് ഖുല്ല്. എന്താണ് ഇതിന്റെ അർത്ഥം? ഒരു മതസംവാദത്തിന്റെ ഒരു ചിത്രമാണ് ഖുർആനിൽ കാണിക്കുന്നത്. നീ ഏകപക്ഷീയമായി നിന്റേത് അങ്ങോട്ട് പറയേണ്ടതില്ല. അവർ ഏകപക്ഷീയമായി നിന്നോടും പറയേണ്ടതില്ല. നീ അങ്ങോട്ടും പറയണം, അവർ പറയുന്നതും കേൾക്കണം. ഒന്നും അവർ അടിച്ചേൽപ്പിക്കരുത്. നിഷേധികൾ പറയുന്നത് ഇങ്ങോട്ട് കേൾക്കണം, നിനക്ക് പറയാനുള്ളത് അങ്ങോട്ടും പറയണം എന്നുള്ള സമന്വയത്തിന്റെ രീതിയാണ് വിശുദ്ധ ഖുർആൻ പോലും പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടല്ലേ സൂറത്തു സബഇന്റെ 24-25 ആയത്തുകളിൽ അള്ളാഹു പറയുന്നുണ്ട് വിശ്വാസികളെ സംബന്ധിച്ച്, വിശ്വാസികളോട് പറയാൻ വേണ്ടി, വിശ്വാസികളെ നിങ്ങൾ അവരോട് പറയണം, നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളെ കുറിച്ച് ഞങ്ങളോട് ചോദിക്കൂല, ഞങ്ങളുടെ തെറ്റുകളെ കുറിച്ച് നിങ്ങളോടും ചോദിക്കൂല. നമ്മളിൽ ആരാണ് സത്യവാദികളെന്ന് അള്ളാഹു തീരുമാനിക്കും. ഇത് റസൂൽ പറയാണ്. സത്യത്തിൽ റസൂല് സത്യത്തിന്റെ ഭാഗത്താണെന്നും ഈ യഹൂദ നസാറാക്കളും മുശ്രിക്കുകളും അസത്യത്തിലാണെന്നും റസൂലിന് അറിയാം. പക്ഷെ ഞാനാണ് സത്യവാൻ, നിങ്ങളൊക്കെ മോശക്കാരെന്നല്ല പറഞ്ഞത്. ഞങ്ങൾ ചെയ്യുന്ന തെറ്റിന്റെ ഉത്തരവാദി ഞങ്ങൾ, നിങ്ങളുടെ തെറ്റിന്റെ ഉത്തരവാദി നിങ്ങൾ. നമ്മളിൽ ആരാണ് നല്ലവരെന്ന് അള്ളാഹു തീരുമാനിക്കട്ടെ, പടച്ചോനിലേക്ക് വിടുകയാണ്. ഈ ഒരു സമന്വയത്തിന്റെ ഈ ഒരു ആശയമാണ് പരിശുദ്ധ ഇസ്ലാം, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മുസ്ലിം സഹോദരങ്ങൾ, ഈ രാജ്യത്തെ നന്മ ആഗ്രഹിക്കുന്നവർ, ഈ രാജ്യത്തോടൊപ്പം നിൽക്കുന്നവർ, രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്നലെ നമ്മുടെ രാജ്യം ഏറ്റവും ഉന്നതങ്ങളിൽ എത്തിയൊരു ദിവസമാണ്. എത്ര സന്തോഷത്തോടെയാണ് നമ്മളതിനെ കണ്ടത്. രാജ്യത്തിന്റെ രാജ്യം ശാസ്ത്ര രംഗത്ത് കുതിച്ചുചാട്ടം നടത്തുകയാണ്. അന്താരാഷ്ട്ര നിലയത്തിൽ നമ്മുടെ ഒരു പൗരൻ കാലുകുത്തി. ചരിത്രത്തിൽ ആദ്യം ഇന്ത്യ അഭിമാനത്തോടെ കാണുന്ന ഒരു നിമിഷം.
നമ്മൾ ഇതിനെ സന്തോഷത്തോടെ കാണുകയാണ്. ഒരു ഇന്ത്യൻ പൗരന് അത് സാധിച്ചു. രാജ്യത്തിന്റെ വളർച്ച, പുരോഗതി, ഇതാണ് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ട് ഒരു വർഗീയതയ്ക്കും ഒരു വിഭാഗീയതയ്ക്കും ഒരു തീവ്രവാദത്തിനും ഈ മണ്ണിൽ സ്ഥാനമില്ല. അത്തരക്കാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യും. പടച്ച തമ്പുരാൻ തീവ്രവാദത്തെ, വർഗീയവാദത്തെ, മതസമൂഹങ്ങളോട് എതിര് പ്രവർത്തിക്കുന്ന, അവരോട് ഇത്തരത്തിലുള്ള അസഹിഷ്ണുതാപരമായ നടപടികൾ സ്വീകരിക്കുന്ന ആളുകളെ പടച്ച തമ്പുരാൻ ഒറ്റപ്പെടുത്തുമാറാകട്ടെ. രാജ്യത്തെ സാഹോദര്യവും ഐക്യവും അല്ലാഹു നിലനിർത്തുമാറാകട്ടെ.